അങ്ങനെ ഇന്നത്തെ എൻ്റെ ലഞ്ച് ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം അത് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് സ്പെഷ്യൽ ഐറ്റം ഒന്നുമില്ല, അതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം സോയാബീനാണ് കേട്ടോ. അപ്പം സോയാബീൻ നമ്മളെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് നല്ലോണം ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് വെച്ചതാണ് കേട്ടോ. കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും നമ്മുടെ മോരുകറിയാണ് കേട്ടോ. മോരുകറിയിൽ നമ്മൾ ഇട്ടിരിക്കുന്ന കുമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടുമാണ് ഇന്നത്തെ ഉച്ചയൂണിലുള്ള. ഇന്ന് വലിയ സ്പെഷ്യൽസ് ഒന്നുമില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിന്ന് മീൻ അങ്ങനെ നോൺ വെജ് ഒന്നും വാങ്ങിയിട്ടില്ല. കാരണം നമ്മുടെ തറവാട്ട് ക്ഷേത്രത്തിൽ മാസത്തിലൊരിക്കൽ പൂജ നടത്താറുണ്ട്. അപ്പോൾ അത് ഇന്നാണ്. അപ്പോൾ ആ ഡേ ഞാൻ നോൺ വെജ് ഒന്നും വാങ്ങിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് സ്പെഷ്യൽ ഐറ്റംസ് ഒന്നുമില്ല. ഇന്നത്തെ സ്പെഷ്യൽ ഡിഷാണ് നമ്മുടെ സോയാബീൻ ഡ്രൈ ഫ്രൈ. അപ്പോൾ എന്തായാലും ഇത് രണ്ടും കൂട്ടി കഴിക്കാൻ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്, എനിക്കിഷ്ടമാണ്. പിന്നെ ഞാൻ അന്നന്നത്തെ ഫുഡുകളല്ല കേട്ടോ ഇടുന്നത്. ചിലപ്പോൾ ഞാൻ തലേ ദിവസമായിരിക്കും അല്ലെങ്കിൽ മെനിയാന്നത്തെ ആയിരിക്കും, അങ്ങനെയാണ് കേട്ടോ ഞാൻ ഫുഡ് ടൈമിൻ്റെത് ഇടുന്നത്. കാരണം അന്നന്ന് എനിക്ക് ചില സമയത്ത് വർക്കുകൾ കൊണ്ട് എനിക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ടാണ്. ഈ സോയാബീൻ്റെ ഈ ഒരു ഫ്രൈ ഇല്ലേ, ഇതും നമ്മുടെ അരിപ്പുട്ടില്ലേ, അതും കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ചില സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ, അതായത് പണി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കറിയേ വെക്കത്തുള്ളൂ. അപ്പോൾ രാവിലെ ചിലപ്പം അത് തന്നെ കടിക്ക് എടുക്കും, അത് തന്നെ ഉച്ചയ്ക്ക് എടുക്കും. അങ്ങനെയാണ് ഞാൻ മാക്സിമം ചെയ്യാറുള്ളത്. ഇതാണ് ഇന്നത്തെ ലഞ്ച് ടൈമിലുള്ള എൻ്റെ കൊച്ചൂണ്. അപ്പോൾ ഓക്കെ, ബൈ.